എല്ലാ കൂട്ടുകാർക്കും ലേഡീസ് വെല്ലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി ചില്ലി ചിക്കനാണ്. നമ്മളുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ചില്ലി ചിക്കൻ നമുക്ക് തയ്യാറാക്കാനും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം തിരുമ്മി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് ചില്ലി ചിക്കൻ ഇങ്ങനത്തെ ചൈനീസ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം ഏറ്റവും നല്ലത് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എണ്ണ, അത്തരം കാര്യങ്ങളാണ്. വെളിച്ചെണ്ണയേക്കാൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ മാറ്റി വയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ ചിക്കനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ കുറച്ച് ചിക്കന് ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ചേർത്ത് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടുമല്ലോ. ചിക്കൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചിക്കൻ എപ്പോഴും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം മൈദയോ കോൺഫ്ലോറോ ഒന്നും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. വെളുത്തുള്ളി അരിഞ്ഞതിട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ വെളുത്തുള്ളി മൂത്ത് വരണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ, അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് നന്നായിട്ടൊന്ന് കയറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ക്യൂബ്സ് ആയിട്ടോ വലുതായിട്ടോ അല്ലെങ്കിൽ ചെറുതായി പൊടിയായിട്ട് അരിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത്ര വലുതുമല്ല, വല്ലാതെ ചെറിയ ഇതുമായിട്ടല്ല, കുറച്ചൊരു മീഡിയം സൈസിൽ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയൊരു ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അതും അരിഞ്ഞതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം മാത്രം വല്ലാതെ വഴന്ന് വരണമെന്നൊന്നുമില്ല. ആ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വഴറ്റുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും. ക്യാപ്സിക്കം ഇങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് വഴറ്റിൽ നിർത്താം. അപ്പോൾ വല്ലാതെ വാടേണ്ട ആവശ്യമില്ല ക്യാപ്സിക്കം. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തത്. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ എപ്പോഴും നമ്മുടെ തീ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇത് വേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചർ മാറി, അതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റും സൂപ്പറാണ്. അപ്പോൾ ഉറപ്പാണ് എനിക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്, നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.